മുസ്തഫ, മുസ്തഫ! അയ്യോ സാറേ, എനിക്കൊന്ന് അറിഞ്ഞോളൂ സാറേ, ഞാൻ നിരപരാധിയാണ്, എന്നെ തലല്ല സാറേ. നീ എന്റെ പിച്ചை വേഗം പറഞ്ഞേ. സമയത്രയെന്നറിയോ? 7 പോയി ചായ. അതിനാ പെണ്ണവിടെ കിടന്നുറങ്ങല്ലേ? ഓ, ഞാനത് മറന്നു. ഞാനത് ഓർത്തെ. ആ പെണ്ണെന്താ എണീക്കാത്തെ? ചായ റെഡി. ഞാൻ ചായ ഇട്ടായിരുന്നു. എന്താ ചെയ്തത്? തെറ്റായി പോയോ? ഏയ്, തെറ്റൊന്നുമില്ല. രാവിലെ തന്നെ പിച്ചക്കാരെ കെട്ടിയെടുത്തോ? വാഴ തുറക്കടാ. പിച്ചക്കാരനല്ല, കുരിയച്ചായി. അയ്യോ, അയാളെ തന്നെ രാവിലെ തന്നെ കെട്ടിയെടുത്ത്. അതേക്ക് വെക്കും. മായങ്ങാനും കുരിയച്ചാൻ കണ്ടു കഴിഞ്ഞാ പിന്നെ ഞങ്ങളുടെ ഇയാൾ എന്ത് മുട്ടാൻ മുട്ടുന്നത്? ഇയാൾക്ക് അപ്പിടാൻ മുട്ടുണ്ടോ? കട്ടിലിന്റെ അടിയിലേക്ക് തള്ളി വെക്കണം. അയ്യേ, അടിയിലേക്ക് ഇരുന്നോളൂ. എന്താ അതിലോർക്കാൻ? ഞാൻ തുറന്നോളാം. എന്തുവാണേ തുറക്കാൻ എത്ര താമസം? ഞങ്ങൾ ഇതിൽ രാത്രി കിടക്കല്ല ഇറ്റായി. അത് നല്ല ഉറക്കത്തിലായിരുന്നു. ഉറക്കത്തിൽ നീയൊക്കെ ചായ ഇടുന്ന സ്വഭാവം എന്ന് തുടങ്ങി? എന്താന്നറിയില്ല, കുറച്ചു ദിവസമായിട്ട് നമ്മൾ ഈ ഉറക്കത്തിൽ മൂത്രം ഒഴിക്കൂലേ, അതുപോലെ ഉറക്കത്തിൽ ചായയുടെ ഹാബിറ്റായി മാറിയിരിക്കാം. ഇതൊരു അസുഖമാണ് കുരിച്ചായ. ഞാനിന്നലെ രാത്രി ഉറക്കത്തിൽ കുളിച്ചു. ഇതൊരു ഹാബിറ്റാണോ ചായ? ഇവനെല്ലാം ഓവറാക്കും. ഞാനുള്ള കണ്ട മൂർഖമ്മന്ന് പറയും. എന്നെ മൂർഖനാക്കരുത്. പോയൊരു ചായ എടുത്തോണ്ട. തീപ്പെട്ടിയില്ല. പിന്നെ നീയൊക്കെ കല്ലറിച്ചിട്ടാണ് ചായ ഉണ്ടാക്കി കുടിച്ചത്? ഉറക്കത്തിലായതുകൊണ്ട് ശ്രദ്ധിച്ചില്ല. ഒരു കൊള്ളി ഉണ്ടായിരുന്നുള്ളൂ. ഒറ്റ കൊള്ളിയോ? എന്നാൽ എന്റെ ഒരു തീപ്പെട്ടിക്കൊള്ളിയുണ്ട്. അത് നിന്റെയൊക്കെ തലയിൽ മണ്ണെണ്ണ ഒഴിച്ച് കൊളുത്താൻ വേണ്ടി സൂക്ഷിച്ചതാ. അതിട്ട് ചായ അകത്ത് മായോ? അതെ, മായം. ചായപ്പൊടിയിൽ മായമുള്ളതുകൊണ്ട് കുരിച്ചാനോട് കുടിക്കണമെന്നല്ലേ നീ പറഞ്ഞത്? അതന്നെ. കണ്ട തീപ്പെട്ടിയില്ലെന്ന് കള്ള റാസ്കൽ. അതേ നിനക്കൊരു വെപ്രാളം. അല്ല, മുസ്തഫയുടെ അണ്ടർവെയർ ഇതിനകത്ത് ഉണ്ടായിരുന്നു. അതിന് അല്ല, കുരിച്ചായൻ പെട്ടെന്ന് കണ്ട് ഞെട്ടിയാലോ എന്ന് വിചാരിച്ച്. അതിന് മുസ്തഫയുടെ അണ്ടർവെയർ എന്തോന്ന് മൂർഖൻ പാമ്പാ? അത് കാണാത്തത് കണ്ടാ കുരിച്ചാന് പെട്ടെന്ന് അറ്റാക്ക് വന്ന് മരിച്ചോ ഞങ്ങള്. ഇവ ഏത് മണ്ടൻ ഊറുന്ന? ഇല്ല, കാറ്റ്. കാറ്റ് എന്തോ ആയി കളി. എങ്ങനെ തട്ടിപ്പോ പൊടി? സോറി, പൊടി വല്ലതും വിളിച്ച് പറഞ്ഞു. എങ്ങനെ ഇതിനെവിടേക്കാണ് കൊണ്ടുപോകണം? ഞാൻ സ്റ്റുഡിയോകത്ത് കൊണ്ട് കുളിച്ചു മൂടുക. ഇത് പാവാടല്ല, അത് പാവാടയാ. സത്യം പറഞ്ഞു, ഇതാരുടെ പാവാടയാണ്? ഇതെന്റെ പാവാട. നീ പാവാട എടുക്കാൻ തുടങ്ങി? നാളെ മുതല്. അല്ല, ശരിയണ്ട. ഈ ചേച്ചി ചെട്ടിട്ടോണ്ടൊക്കെ നീ പട്ടി കണ്ടോണ്ടിരിക്ക. ഇത് മറക്കാൻ വേണ്ടിട്ടാണ് ഇത് വേണ്ടത്. എങ്ങനെയുണ്ട്? കാളി കുരിയച്ചനോട് വേണ്ട. ഇത് ഈ പെണ്ണിന്റെ പാവാടയല്ല. ഇവിടെ ഒരു പെണ്ണിന്റെ മണമുണ്ട്. നിനക്കറിയാമല്ലോ, ഞാൻ മറ്റെന്ത് സഹിക്കും. പക്ഷെ പെണ്ണ് കേസിപ്പെട്ടു എന്നറിഞ്ഞാ നിങ്ങൾ രണ്ടിന്റെ കഥ ഞാൻ കഴിക്കും. എവിടുന്നാണ് ഈ പെൺമണം? സത്യം പറ. അതെ ഇച്ചായ, ഇന്നലെ ഇവിടെ 2 പെണ്ണുങ്ങൾ ഫോട്ടോ എടുക്കാൻ വന്നിരുന്നു. ആ പെണ്ണുങ്ങൾക്ക് ഭയങ്കര മണമായിരുന്നു. ആ നൈറ്റ് വാഷ് ചെയ്തപ്പോൾ അതേ മണമായിരുന്നു. ആ മണ ഈ മണം എനിക്ക് ഫീൽ ചെയ്തൊരു സ്മെല്ല്. ആ സ്മെല്ല് ഈ സ്മെല്ല് ഈ മണം. ആ മണോ ഈ മണമൊക്കെ ഇവിടെ. ഇന്നലത്തെ കളക്ഷൻ 1000 രൂപ എടുക്ക. ഫുള്ളായിട്ട് ബാങ്കിൽ അടച്ചു. ഇവിടെ വണ്ടി ഓടി നിന്റെ ഒന്നും ഇല്ലടേ. ഞാൻ വർഷോപ്പിൽ അടച്ചു. ഓ, നീയൊക്കെ കൂടെ എന്നെ അടക്കം ചെയ്യും. കർത്താവെ, 10 മണിക്ക് മുമ്പ് കറണ്ട് ബില്ല് അടച്ചില്ലെങ്കിൽ എവിടുന്ന് 1000 രൂപ ഉണ്ടാക്കും? പാവാടാ. ഞാൻ പോവാണ്. ഞാനിത് ഇടാടാ. ഇനി മായ ഇവിടെ നിർത്തണം. അപകടം. പിന്നെന്ത് ചെയ്യും? ആരും ശ്രദ്ധിക്കാത്തവരിടം കണ്ടെത്തണം. മായക്ക് കുറച്ച് ചേഞ്ചൊക്കെ വരുത്തണം. വഴിയുണ്ട്. പെട്ടെന്ന് റെഡിയോ. ഞാൻ പറഞ്ഞതുപോലെ ബില്ലിൽ 200 രൂപ കൂട്ടി എഴുതിയിട്ടുണ്ട്. അമേരിക്കൻ പുങ്ങന് ബില്ല് കാണണോ? എന്നാൽ ഇങ്ങനെ കാശടിക്കണത് കുറെ കടുപ്പാണ് കേട്ടോ. ഇത്രയും ദൂരം സൈക്കിൾ എവിട്ടി തന്റെ ഈ അവിഞ്ഞ കട വരുന്നേനെ 200 രൂപ എഴുതിയാ പോരാ. രൂപ 400 താങ്ങണം. കാശേതാൻ കടവുളടാ. അതെന്താ കടവുളുക്കും തരും. വാസു, എന്താ നോക്കിയിരിക്കണം മാഷ്? ഇറങ്ങ്. നീ പോയി ചേച്ചിയുണ്ടോ നോക്കി. ഇത്ര രാവിലെ ഒന്നും ഉണ്ട് കാണാൻ വഴിയില്ല. എടാ, ഉണ്ണുന്ന കാര്യമല്ല. മേരി ചേച്ചി അകത്തുണ്ടോന്ന് പോയി നോക്കാൻ. ആനയുടെ നിറവും കഴുതയുടെ ബുദ്ധിയാ.
പോയി നോക്കണം. ചേച്ചി സമ്മതിച്ച് ജോൺ സാർ വരുന്നവരെ ഇവിടെ നിൽക്കാം. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്താലോ? എന്താ? നീയും കൂടെ വരുമോ? ഇവന്റെ കാര്യം തല താത്തിരുന്നു. ഓക്കെ ആണെങ്കിൽ ഞങ്ങൾ സ്റ്റാൻഡപ്പ് എന്ന് പറയും. അപ്പ പോകണം. ഓക്കെ അല്ലെങ്കിൽ ഓക്കെ അല്ലെങ്കിൽ ഓക്കെ അല്ലെങ്കിൽ കാലിത്തീറ്റ. ഓക്കെ അല്ലെങ്കിൽ പോക്കണെന്ന്. ഇങ്ങോട്ട് വന്നേ. ആഹാ പാച്ചവും പോവാനും കൂടെ എന്നാ ഇത്ര കാലത്തെ? ചേച്ചിയെ കണ്ടിട്ട് കുറച്ചു ദിവസമായല്ലോ, അപ്പൊ സുഖവിവരങ്ങൾ അന്വേഷിക്കാന്ന് വെച്ച് വന്നതാ. അങ്ങനെ വെറുതെ വരാൻ വഴിയില്ലല്ലോ. എന്നാ കുരിയച്ചൻ പിന്നെ പുറത്താക്കിയോ? കരഞ്ഞോവറാക്കല്ലേ. പുറത്താക്കിയില്ല, പക്ഷെ താമസിന്റെ പുറത്താക്കും. ഞങ്ങള് ചേച്ചിയുടെ ആരാ? അനിയന്മാരായിട്ടാ ഞാൻ കണ്ടിരിക്കുന്നേ. ആണോ? ആണോ? ഞങ്ങളൊരു അടാകുറത്തിപ്പെട്ട രക്ഷിക്കില്ലേ? ഏടാ ഗുരു? അപ്പൊ ഉദാഹരണത്തിന് ഞങ്ങൾ ഒരു പെണ്ണിനെ പ്രേമിച്ചു എന്ന് വെക്കാം. അതെ, രണ്ടാളും കൂടെ ഒരു പെണ്ണിനെ പ്രേമിച്ചാലേ രണ്ടുപേരുടെ എല്ലൂരി സൂപ്പ് വെച്ച് പട്ടിക്കിട്ടു. രണ്ടാളല്ല, ഇവൻ. നീ ചുപ്പരഹോ, മിണ്ടി പോവരുത്. ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ പ്രേമിച്ചിട്ട് അവളുടെ വീട്ടിൽ നിന്ന് ഇറക്കി കൊണ്ടുവന്നിട്ട് എന്നിട്ടിപ്പോ എന്താ ഉണ്ണിക്കേക്കുന്നത്? ചേച്ചി ഞാനൊന്നും ആപ്പിലാകും. തിരുമേനിയുടെ മോളുടെ കല്യാണം, എന്റെ ക്യാമറ. എന്നാ ഈ പറയുന്നേ? ചേച്ചി അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചുപ്പരഹോ എല്ലാം ഞാൻ പറയാം. ചേച്ചി ഇവനൊരു പെൺകുട്ടിയെ പ്രേമിച്ചു. അമ്മേ, അമ്മയല്ല, ഒരു പെൺകുട്ടിയെ, ഒരു ആട്ടിൻകുട്ടിയെ ചെന്നായികൾക്ക് പിടിച്ചുകൊടുക്കും വിധത്തിൽ ഇഷ്ടമില്ലാത്ത കല്യാണത്തിന് അവളുടെ ചേട്ടൻ നിർബന്ധിച്ചപ്പോൾ ആത്മഹത്യ ചെയ്തൊരു പെൺകുട്ടിയെ അവൻ വിളിച്ചിറക്കിക്കൊണ്ടുവന്നു. ചെയ്തോ? ചെയ്യാൻ പോയാ ആത്മഹത്യ ചെയ്യാൻ പോയൊരു പെൺകുട്ടിയെ. അവളുടെ ചേട്ടനൊരു കശ്മീരിലായിരുന്നു. ഞാനും വിചാരിച്ചില്ല ഇത്ര അടുക്കുന്നു. ചേച്ചി ഞങ്ങൾ എവിടെ ഇല്ല, അയാൾ ഞങ്ങൾ തപ്പി പിടിച്ചുകൊണ്ടു. ഈ എടാകുടങ്ങളൊന്ന് അവസാനിക്കുന്നവർ ആ പെൺകുട്ടി ഒന്ന് ഇവിടെ നിർത്തണം. അതിന് പെൺകുട്ടി എവിടെ? പെൺകുട്ടി ഇവിടെ. ആഹാ, ഉണ്ണിയുടെ സെലക്ഷൻ ഇട്ട് മോശമല്ല കേട്ടോ. ഇറങ്ങി വാ. ഞങ്ങളുടെ സ്വന്തം ചേച്ചിയാ. നിങ്ങളുടെ സ്വന്തം വീടാണെന്ന് കരുതി നിങ്ങളുടെ സ്വന്തം വലതുകാലി വെച്ച് ഐശ്വര്യമായിട്ട് കയറിക്കോളൂ. എന്നാ പേര്? മായ. പേടിപ്പിച്ചു കളഞ്ഞല്ലേ. പേര് മാമായെ. ചേച്ചി ഞങ്ങൾ അറിഞ്ഞ മായയെ പ്രത്യേകം ശ്രദ്ധിക്കണം. അവളുടെ ബന്ധുക്കളാരെ പേടിക്കണ്ട ഉണ്ണി, ഇവിടെ വന്ന് ഇവളെ ആരും ഒന്നും ചെയ്യുകയില്ല. വാ. രക്ഷപ്പെട്ടു അല്ലേ? നീ എന്ത് തെമ്മാടത്തിനോടാ പറഞ്ഞു? എന്റെ പെണ്ണാന്നോ? പിന്നെ അല്ലാതെ ആ കളവിന് ഓർക്കാൻ കട്ടുകൊണ്ടുവന്നു പറഞ്ഞോ? അവരെ ആട്ടിയിറക്കും. ആ പെണ്ണെന്ത് വിചാരിച്ചാണ്? എന്ത് വിചാരിക്കാൻ? ജോൺ സാറിന്റെ കൂടെ പോവാന്ന് സമ്മതിച്ചിട്ടല്ല അവള് വന്നേ. ജോൺ സാർ വരുമ്പോ ഇവിടെ നിന്ന് കൊണ്ടുപോണ്ടേ? പിന്നല്ലേ? അപ്പൊ പിന്നെ മേരിച്ചോട് എന്ത് പറയും? കുന്തം അവിടെ കണ്ടൊരു തോടെന്ന് വിചാരിച്ച് ഇവിടെ തുടങ്ങി മുണ്ടുപൊക്കി പിടിക്കണോ? ഈ വണ്ടി കയറിയാൻ ഓയിലിന്റെ നിറവും എലിയുടെ ബുദ്ധിയാ സാധനം. ആഹാ, പെനാൽറ്റിഫിക്കേഷൻ തുടങ്ങിയല്ലേ? നല്ല ബിസിനസ്. ശരിയാക്കി തരാം, ശരിയാക്കി തരാം. ആഹാ, കുരിയച്ചോ, കുരിയച്ചോ. ഓ, ഇയാൾ ഇതിനകത്ത് ചത്ത് കിടക്കുവാന്നോ? കുരി, ഇതാര് വാസുവോ? ഓ, താൻ കാറിടിച്ച് ആശുപത്രിയാണെന്ന് കേട്ടല്ലോ. ഞാനത് വിശ്വസിച്ചില്ല. താൻ 24 മണിക്കൂറും വീട്ടിനകത്ത് ഇങ്ങനെ ചെരച്ചോണ്ടിരുന്നോ? പുറത്തുള്ള കാര്യങ്ങളൊന്നും അറിയണ്ട. തന്റെ പെണ്ണും പിള്ള എന്തിനോമാരും കൂടി അവളുടെ വീട്ടിൽ ബിസിനസ് തുടങ്ങി. ബിസിനസ്സോ? എന്തോ ബിസിനസ്? അല്ല, ഊക്കം പെനാൽറ്റിഫിക്കേഷൻ. എവിടുന്നോ കിളി പോലൊരു പെങ്കൊച്ചിനെ തട്ടിക്കൊണ്ടുവന്ന് മേരിക്കുട്ടിയുടെ വീട്ടിലാക്കി വെച്ച് അവന്മാര് ടൗണിൽ ചില്ലറയുള്ള ആണുങ്ങളെ തപ്പാൻ ഇറങ്ങിയിരിക്കുക. സത്യമാണോ താനീ പറയുന്നത്? ഇല്ല, താൻ പോയി നോക്ക്. തുടക്കത്തിലേക്ക് ഏറ്റടച്ച് കുറ്റി ഇടിച്ചില്ലെങ്കിൽ മനസാ വാചാ കർമ്മണ അറിയാത്ത കാര്യത്തിന് താനും പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വരും. മാമ എന്ന പേരും വീഴും. മാമാന്നോ? വാ സ്റ്റേഷനോ? വാ. കൊല്ലം എല്ലാത്തിനും